എല്ലാവരും സേഫ് ആയിട്ട് സുഖമായിട്ട് സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കാം. ഇപ്പൊ ആമസോണിൽ എന്തോ സെയിലും മറ്റും നടക്കുന്നുണ്ട്. സോ ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ഇപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ സെയിലിലെ ഡീറ്റെയിൽസും പിന്നെ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസും എൻ്റെ ഫേവറേറ്റ് ഐറ്റംസും ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴ്ത്തി കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ സ്ക്രീനിലും കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും മയക്കാണ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എൻ്റെ ആ മുടി ഞാൻ റീസെന്റ് ആയിട്ട് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കളർ ചെയ്തായിരുന്നു. അപ്പൊ കളർ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർണിയറിന്റെ ഹെയർ ഫുഡ് ആണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ സെയിം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഹെയർ കുറച്ചുകൂടെ കളർ ആയതുകൊണ്ട് ആ ഒരു എന്താ പറയുക, കളർ ചെയ്ത ഹെയർ കുറച്ച് എന്താ പറയുക ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ പാക്കുകൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ അങ്ങനെ ഞാൻ വാങ്ങിച്ച ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർഫ്യൂമിന്റെ അടപ്പ് എവിടെയോ ഷേവ് കളഞ്ഞു കേട്ടോ. ഈ ഒരു പെർഫ്യൂം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇതിന്റെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇത് പ്ലം ഗുഡ്നെസിന്റെ ഈ ഒരു വാനില വൈബ്സ് എന്ന് പറഞ്ഞൊരു നല്ല മണമാണ്. നല്ല ബേക്കറിയുടെ വർക്കിൽ കൂടെ നല്ല വാനില ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തൂടെ പോകുന്ന അതേ സ്മെല്ലാണ്. ഇത് നല്ല സ്മെല്ലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. സോ ഇതാണ് ഞാൻ അഗെയിൻ രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മേബിലിന്റെ സൂപ്പർ സ്റ്റേ മാറ്റിങ്ങിന്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ റീൽസ് ഞാൻ ഉടനെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം കേട്ടോ. ഇതിന്റെ 3 ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റൂളർ എന്ന് പറഞ്ഞ ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്, ലവർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഇൻസ്പയർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഇച്ചിരി വാഷ് ഔട്ട് ആണ്. ബാക്കി രണ്ടും അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യുന്ന നല്ല ഷെയ്ഡുകളാണ്. ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ 24 hours വരെയൊക്കെ 12 hours വരെയൊക്കെ നല്ല രീതിയിൽ ലോങ് സ്റ്റേ ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. പക്ഷെ ഇത്തിരി ഡ്രൈ ആണ്. കാരണം എൻ്റെ ചുണ്ട് ഇത്തിരി ഞാൻ പൊതുവെ ഇത്തിരി ഡ്രൈ ആണ്. സോ എനിക്ക് അത്യാവശ്യം ഡ്രൈ ആവുന്നുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ റീസെന്റ് ഒരു റീൽസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് വന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമുക്ക് ചുണ്ടിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ബ്ലഷ് ആയിട്ട് ഐഷാഡോ ആയിട്ടൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ നന്നായിട്ട് ബ്ലെൻഡബിൾ ആണ്. നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. റീസെന്റ് ആയിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. മാമാഅർത്തിന്റെ ലിപ്പ് ആൻഡ് ചിറ്റിന്റെ ആണ്. ഇതിന്റെ 3 ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം എവിടെയാണെന്ന് അറിയില്ല, 2 എൻ്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. ഈ 2 ഷെയ്ഡ്സ് ആണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. അത്യാവശ്യം നല്ലതാണ്. ഇതിനാണ് നേരത്തെ ഇച്ചിരി കോണ്ടോർ ഒരു ഭയങ്കര ഒരു കളറല്ലേ ഇത്. ഇച്ചിരി അങ്ങനത്തെ ഒരു കളർ ആയതുകൊണ്ട് ഇത്തിരി ഭയങ്കര ഫേസിന് ഒരു ഡയമെൻഷൻ കൊടുക്കുന്ന രീതിയിലിരിക്കും. ഇത് എന്ന് പറഞ്ഞാൽ ഇത്തിരി എന്താ പറയാ ഭയങ്കര പീച്ചി ആയിട്ടുള്ള ഭയങ്കര ഒരു അടിപൊളി ഒരു എന്താ പറയാ കളർ നമ്മുടെ ചീക്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീക്സിൽ മാത്രമല്ല കണ്ണിലും ചുണ്ടിലും ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഈ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഇത് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചെറിയ സ്ലീവാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി ലോഷൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതൊരു ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ നേരത്തെ എന്താ പറ്റുന്നതെന്ന് അറിയാം, ഇങ്ങനെയൊക്കെ കൈ ഇങ്ങനെ ഒരു വെട്ടത്തിൽ കൈ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൈക്ക് ഇരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ റീസെന്റ് ആയിട്ട് ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഞാൻ അടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഫോട്ടോ എടുത്ത് വെച്ചപ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഓർത്തു. 2 അടിപൊളി പാലറ്റാണ്. അഫോർഡബിൾ റേറ്റിലുള്ള 2 അടിപൊളി ഐഷാഡോ പാലറ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് വെച്ചിട്ട് പ്ലേ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഷാഡോ പാലറ്റ് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമൽ ആയിട്ടുള്ള സട്ടിൽ ആയിട്ടുള്ള കളേഴ്സ് മതി. ഭയങ്കര ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐഷാഡോ പാലറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ 2 ഓപ്ഷനാണുള്ളത്. പിന്നെ ലാസ്റ്റ് ഞാൻ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഈ മാമാഅർത്തിന്റെ ഈ ഒരു വൈറ്റമിൻ സി റേഞ്ചിലുള്ള വൈറ്റമിൻ സിയും ടർമറിക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഗ്ലോ സിറം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഇത് കൊടുത്ത ഒരു ഫൗണ്ടേഷൻ ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആണ്. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഒരു ഫൗണ്ടേഷൻ ആണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ വെഡിങ്ങോ പാർട്ടിയോ ഒക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ LA Girlന്റെ പ്രോ
പ്രോ കവറേജ് ഈ ഒരു എന്താ പറയുക ഫൗണ്ടേഷനാണ്. ഇത് നല്ല കവറേജ് തരുന്ന, അത്യാവശ്യം നല്ല ഒരു ഫിനിഷ് തരുന്ന നല്ലൊരു അടിപൊളി ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇത്തവണ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതും റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതും അതേപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.